മഴക്കാലം വന്നണഞ്ഞതോടുകൂടി പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് എത്തിക്കഴിഞ്ഞു. നിയന്ത്രണ വിധേയമെന്ന് കരുതിയിരുന്ന ജലജന്യ രോഗങ്ങൾ പിടിമുറുക്കുന്ന പൊതുജനാരോഗ്യ മേഖലയിൽ ഉയർത്തുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. മഞ്ഞപ്പിത്തത്തിന്റെ അപകടകരമായ വ്യാപനമാണ് ഇതിലേറ്റവും പ്രധാനം. ഈ വർഷം ഇതുവരെ 2088 കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15 മരണങ്ങളും ഉണ്ടായിരിക്കുകയാണ്. മെയ്യിൽ മാത്രം ഇതുവരെ 376 പേരാണ് മഞ്ഞപ്പിത്ത ബാധിതരായത്. ഈ മാസം മരിച്ചത് 5 പേർ. ഇതിനു പുറമെ ഏറെ കാലങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ കോളറയും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. 8 ടൈഫോയിഡ് കേസും ഈ മാസം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 2024 ഇതുവരെ 55 പേർക്കാണ് രോഗബാധ ഉണ്ടായത്. ഇതിനെല്ലാം പുറമെ പ്രതിമാസം 37,500 പേരാണ് വയറിളക്ക രോഗങ്ങൾ മൂലം ചികിത്സ തേടി എത്തിയിരിക്കുന്നത്. ഇത് സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ്. 1960-70 കാലഘട്ടത്തിൽ പൊതുജനാരോഗ്യത്തിന് ഏറ്റവും വെല്ലുവിളിയായി പടർന്ന ജലജന്യ രോഗങ്ങൾ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പിടിച്ചുകെട്ടാൻ കഴിഞ്ഞത്. എന്നാൽ പുതിയ സാഹചര്യത്തിലെ സമാന നിലയിലെ രോഗവ്യാപനം ഗുരുതര ഭീഷണിയിലേക്കുള്ള സൂചനയായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയാണ്. ജലജന്യ രോഗങ്ങൾ സാധാരണ നഗരങ്ങളിലാണ് പൊട്ടിപ്പുറപ്പെടാറുള്ളതെങ്കിലും ഈ വർഷം വടക്കൻ കേരളത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരിക്കുന്നത് ഏറെയും ഗ്രാമങ്ങളിലാണ് എന്നത് അത്ഭുതകരമാണ്. മലപ്പുറം നിലമ്പൂരിനടുത്ത് പോത്തുകല്ലിലാണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ കുടിവെള്ളം സുരക്ഷിതമാണെന്നായിരുന്നു പൊതുവെ വിലയിരുത്തൽ. നിലവിലെ വ്യാപനത്തിൽ ജലമലിനീകരണമല്ലാതെ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളിലെ കുടിവെള്ളം ശുചിത്വ കാര്യത്തിൽ ഭീഷണിയിൽ ആണ് ഇത് തെളിയിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും മഞ്ഞപ്പിത്തം വ്യാപിച്ചിരിക്കുന്നത്. വെള്ളത്തിലൂടെ പകർച്ചയുണ്ടായി എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തലെങ്കിലും രോഗം പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗുരുതരമാകുന്നതിന് പിന്നിൽ വൈറസിന്റെ ജനിതക മാറ്റം അടക്കമുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുകയാണ്. സാധാരണ കുഞ്ഞുങ്ങളിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി കണ്ടുവരാറുള്ളത്. അടുത്തായി മുതിർന്നവരിലും വ്യാപകമായ മഞ്ഞപ്പിത്ത ബാധ കണ്ടുവരികയാണ്. മഞ്ഞപ്പിത്തം മുതിർന്നവരിൽ ഗുരുതരമാകാൻ സാധ്യതകൾ ഏറെ. സംസ്ഥാനത്ത് ജീവന ഭീഷണിയായ പകർച്ചവ്യാധികൾ ഏറ്റവും അപകടകാരി എലിപ്പനി തന്നെയാണ്. 2ാം സ്ഥാനത്ത് ഡെങ്കിപ്പനിയും 3ാം സ്ഥാനത്ത് മഞ്ഞപ്പിത്തവും. ആരോഗ്യവകുപ്പിന്റെ സംയോജിത രോഗ നിരീക്ഷണ പദ്ധതി IDSP റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്തെ എലിപ്പനി മരണങ്ങൾ 83 ആണ്. ഇതിൽ 41 എണ്ണം സ്ഥിരീകരിച്ചതും 42 എണ്ണം സംശയിക്കുന്നതുമാണ്. വിവിധ ജില്ലകളിലായി 1471 എലിപ്പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം മാത്രം 3 മരണവും 156 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ജീവികളുടെ മലമൂത്ര വിസർജനത്തിൽ നിന്ന് അത് ജലത്തിൽ കലർന്നാണ് എലിപ്പനി പടർന്നത് എന്നാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം എലിപ്പനി 220 പേരുടെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. എലിപ്പനി മൂലമുള്ള മരണനിരക്ക് കൂടുതലാണെന്നാണ് IDSP റിപ്പോർട്ട് നൽകുന്ന സൂചന. കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിയും സംസ്ഥാനത്ത് ഇതോടൊപ്പം തന്നെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ വർഷം 48 പേരാണ് ഡെങ്കി പിടിപെട്ട് മരിച്ചിരിക്കുന്നത്. ഇവരിൽ 16 മരണം സ്ഥിരീകരിച്ചതും ബാക്കി സംശയിക്കുന്നതുമാണ്. ജനുവരി 1 മുതൽ മെയ് 17 വരെ വിവിധ ജില്ലകളിൽ 5069 ഡെങ്കി കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സംശയിക്കുന്ന കേസുകൾ 12,885 ആണ്. ഈ മാസം 5 ഡെങ്കി മരണങ്ങൾ കൂടി സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മെയ്യിൽ മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ആകെ ഡെങ്കി കേസുകൾ 1998 ആണ്. ഡെങ്കിപ്പനി കേസുകൾ കൂടുതൽ പത്തനംതിട്ട, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജലജന്യ വൈറസ് രോഗമായ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസ് A ഈ വർഷം നിരവധി പേരുടെ ജീവൻ കവർന്നെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് 30 പേരാണ് സംസ്ഥാനത്ത് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സ്ഥിരീകരിച്ച മരണം 15 പേരുടേതാണ്. ഈ വർഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ആകെ മഞ്ഞപ്പിത്ത കേസുകൾ 7,895 ആണെന്ന് പിന്നീട് പറയപ്പെട്ടു. രോഗം പടർന്നു പിടിച്ച മലപ്പുറം, എറണാകുളം ജില്ലകളിൽ മെയ്യിൽ മാത്രം 6 പേരാണ് മരിച്ചിരിക്കുന്നത്. രക്തജന്യ രോഗമായ ഹെപ്പറ്റൈറ്റിസ് B സ്ഥിരീകരിച്ച 456 കേസുകളിൽ 3 മരണങ്ങളും ഈ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന ഈ അവസരത്തിൽ
ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.